The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi children, welcome back to the science class. All of you had food? Yes. ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ആലോചിക്കാറുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കാറുണ്ടോ? ഫുഡ് കഴിക്കുന്ന സമയത്ത് മൗത്തിലുണ്ടാവുന്ന വാട്ടർ, what we call that water? Yes, that water is known as saliva. And with the help of saliva and teeth and tongue, this food is passing into a pipe. What is that pipe's name? Yes, it is esophagus. And in the esophagus, peristalsis is taking place. So what is peristalsis? That is the action of the muscles around the food pipe. That is the contraction and relaxation of the muscles. That process is known as peristalsis. So last class we were discussing about that, and now our food is reaching into the stomach. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. So now let's start with the continuous process of digestion. Okay, so now take page number 94. The stomach uses peristalsis to send the partially digested food to the small intestine, a long tube-like organ. അപ്പോൾ ഈ സ്റ്റൊമക്കിൽ ഫുഡ് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്റ്റൊമക്ക് പെരിസ്റ്റാൾസിസ് എന്ന പ്രോസസ്സ്, അവിടെയും പെരിസ്റ്റാൾസിസ് നടക്കുന്നുണ്ട്. ഈ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ്. അപ്പോൾ സ്റ്റൊമക്കിലുള്ള മസിൽസിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും കൊണ്ട് ഈ പാർഷ്യലി ഡൈജസ്റ്റഡ്, മുഴുവനായിട്ട് ഡൈജഷൻ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് പാർഷ്യലി ഡൈജസ്റ്റഡ്. ദിസ് പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് പാസിംഗ് ഇൻ ടു ദ അനദർ ഓർഗാൻ, ദാറ്റ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ എങ്ങനെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ലോങ് ട്യൂബ് ലൈക്ക് ഓർഗാൻ. അപ്പോൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് നല്ല നീളമുള്ള ട്യൂബ് പോലെയുള്ള ഓർഗാനാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഫസ്റ്റ് ഇറ്റ് ഈസ് എൻറ്ററിങ് ഇൻ ടു ദ മൗത്ത് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവ ഇറ്റ് ഈസ് പാസിംഗ് ഇൻ ടു ദ ഫുഡ് പൈപ്പ്, and food pipe is also known as esophagus, and through peristalsis it is reaching into എവിടേക്കാണ് എത്തുന്നത്? യെസ്, സ്റ്റൊമക്കിലേക്ക്. സ്റ്റൊമക്കിലെത്തുമ്പോൾ ദിസ് ഫുഡ് ഈസ് ഇൻ എ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫോം. ഫുള്ളായിട്ട് ഡൈജഷൻ സംഭവിച്ചിട്ടില്ല. ഇറ്റ് ഈസ് ഇൻ എ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫോം, ആൻഡ് ഫ്രം ദ സ്റ്റൊമക്ക് ത്രൂ പെരിസ്റ്റാൾസിസ് ഇറ്റ് ഈസ് റീച്ചിങ് ഇൻ ടു അനദർ ഓർഗാൻ, ദാറ്റ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എങ്ങനെ ഉണ്ടാവുക? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് എ ലോങ് ട്യൂബ് ലൈക്ക് ഓർഗാൻ. ക്ലിയർ? Yes, this small intestine also receives a greenish yellow liquid called bile from an organ called the liver. അപ്പോൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈന് ഒരു ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് റിസീവ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് റിസീവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റിസീവിങ് ഫ്രം ലിവർ. അപ്പോൾ ലിവറിൽ നിന്നുള്ള ഒരു ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് ഉണ്ട്. ആ ഗ്രീനിഷ് യെല്ലോ ലിക്വിഡിൻ്റെ പേരാണ് ബൈൽ. ബൈൽ എന്നാണ് അതിനെ പറയുന്നത്. ഇറ്റ് ഈസ് റിസീവിങ് ഫ്രം ലിവർ. ലിവറിൽ നിന്നാണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈ ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് റിസീവ് ചെയ്യുന്നത്. ക്ലിയർ? Together, the bile and the intestinal juices further break down the food into nutrients that can be easily absorbed by the small intestine. അപ്പോൾ ഈ ബൈലിൻ്റെ സഹായത്തോടു കൂടെ, ബൈലും ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസും അതിൻ്റെയും സഹായത്തോടു കൂടെ ഈ ഫുഡ് എന്താവുന്നു? ഫർദർ ഇറ്റ് ഈസ്
ബ്രേക്കിംഗ് ഡൗൺ. പിന്നെയും അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് സ്മോൾ പീസസ് ആയിട്ട് മാറുന്നു. So with the help of bile and intestinal juices further break down the food into nutrients and it can be easily absorbed by the small intestine. Now the absorbed nutrients travel through the walls of the small intestine into the blood. അപ്പോൾ ഈ അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ വോളിലൂടെ പാസ് ചെയ്തിട്ട് എവിടേക്ക് എത്തുന്നു? നമ്മുടെ ബ്ലഡിലേക്ക് അലിഞ്ഞ് ചേരുന്നു. The blood carries them to all parts of the body. ഈ ബ്ലഡാണ് നമ്മളുടെ എല്ലാ ഓർഗാൻസിലേക്കും ഇത് പാസ് ചെയ്യുന്നത്. The process of digestion is now complete. Any undigested food is sent into the large intestine. അപ്പോൾ അതിൽ കുറേ വേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്ന വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ അത് അടുത്ത സെക്ഷനിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് അത് മാറ്റുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് ഇത് റീകളക്ട് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ പഠിച്ചാലേ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ ഇതിൻ്റേതായ ഹയർ ഇത് പഠിക്കാൻ കൂടുതലുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ബേസ് മനസ്സിലായാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഡൈജഷൻ പ്രോസസ്സ് വി വിൽ കണ്ടിന്യൂ വൺസ് മോർ. ഓക്കെ, സോ ഫസ്റ്റ് ദ ഫുഡ് ഈസ് എൻറ്ററിങ് ഇൻ ടു ദ മൗത്ത് ആൻഡ് ഇൻസൈഡ് ദ മൗത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സലൈവ, teeth and tongue, this food is passing into എവിടേക്കാണ് പോകുന്നത്? യെസ്, ഫുഡ് പൈപ്പിലേക്ക്. ഫുഡ് പൈപ്പിന് പറയുന്ന വേറൊരു പേരാണ് ഈസോഫാഗസ്. ഈ ഈസോഫാഗസ് എന്നുള്ളത് അതിൻ്റെ സ്പെല്ലിംഗ് ഓ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പല കുട്ടികളും എന്നെ വിളിച്ചിരുന്ന സമയത്ത് അവർ ഈസോഫാഗസിന് പകരം ഓയിസോഫാഗസ് അങ്ങനെയൊക്കെയാണ് മിസ്പ്രൊനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യരുത്, ഈസോഫാഗസ് എന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്യണം. ഓക്കെ, സോ നൗ ദ ഫുഡ് ഈസ് ഇൻ ദ ഈസോഫാഗസ് ആൻഡ് ഇൻ ദ ഈസോഫാഗസ് പെരിസ്റ്റാൾസിസ് ഈസ് ടേക്കിംഗ് പ്ലേസ്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫുഡ് പൈപ്പിൻ്റെ മസിൽസിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും. അപ്പോൾ ഒരു ബോൾ പോലെയല്ലേ ഫുഡ് പോവുക. അപ്പോൾ അതിന് ഉള്ളിലോട്ട് തള്ളാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആൻഡ് ബൈ പെരിസ്റ്റാൾസിസ് ദിസ് ഫുഡ് ഈസ് റീച്ചിങ് ഇൻ ടു സ്റ്റൊമക്ക്. അപ്പോൾ ഫുഡ് ഇപ്പോൾ എവിടെ എത്തി? സ്റ്റൊമക്കിൽ എത്തി. ഇനി സ്റ്റൊമക്കിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? Here also peristalsis is taking place and from the stomach it is passing into small intestine. Small intestine എന്ന് പറയുന്ന ഓർഗാൻ എന്താണ്? It is a long tube like organ. ഓക്കെ, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബൈൽ എന്ന ഒരു ലിക്വിഡ് എവിടെ നിന്ന് സ്വീകരിക്കുന്നു? യെസ്, ഇറ്റ് ഈസ് റിസീവിങ് ദാറ്റ് ഗ്രീനിഷ് യെല്ലോ ലിക്വിഡ് ഫ്രം ലിവറിൽ നിന്നാണ് ആ ബൈൽ എന്ന ആ ലിക്വിഡ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്വീകരിക്കുന്നത്. പിന്നെ ബൈലും ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസിൻ്റെയും ഹെൽപ്പോടുകൂടെ ഈ ഫുഡിന് പിന്നെയും ബ്രേക്കിംഗ് സംഭവിക്കുന്നു. പിന്നെ ഈ ഫുഡ് ന്യൂട്രിയൻസ് ആയി മാറുന്നു. ആൻഡ് ദിസ് is again mixing with ആരുമായിട്ട് മിക്സ് ആവുന്നു? നമ്മുടെ ബ്ലഡുമായിട്ട് മിക്സ് ആവുന്നു. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വോളിലൂടെ പാസ് ചെയ്തിട്ട് ബ്ലഡുമായിട്ട് ഇത് കലർന്ന് ചേരുന്നു. ഈ ബ്ലഡാണ് നമ്മളുടെ എല്ലാ ഓർഗാൻസിലേക്കും ഈ ന്യൂട്രിയൻസിനെ കൊണ്ടുപോകുന്നത്. ക്ലിയർ? പിന്നെ ഇവിടെ കുറച്ച് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡുണ്ട്. ഈ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എവിടേക്കാണ് പോകുന്നത്? ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. So this undigested food is passing to the large intestine. Clear? Now let us discuss the activity in our companion, that is activity 4A. Discover the length of small intestine. Work in pairs to measure the length of the small intestine. So what do you need? Yes, a ball of twine, scissors, a measuring tape, chalk, sticky tape. So you have to measure the small intestine. That is the first step. Fix one end of the twine at the starting point of the drawing of the small intestine. Use a piece of sticky tape to fix the twine. So you have to read this activity and you have to do this activity as a project. So will you do that? So you have to do it as home fun. That is activity 4A. Now in page number 95, after the nutrients have been absorbed by the small intestine, the remaining undigested matter moves by peristalsis
to the large intestine. So these nutrients are absorbed by the small intestine. So some food are still remain as undigested, isn't it? So by peristalsis it is passing into large intestine, and the main function of the large intestine is to absorb excess water from the undigested food and make solid waste called feces, pronounced as feces. ഓക്കെ, അപ്പോൾ ഫീസസ് എന്നുള്ളത് FAE എന്നാണ്, നിങ്ങളവിടെ ശ്രദ്ധിക്കണം. ഫീസിസ് എന്ന് തന്നെ അത് പ്രൊനൗൺസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ എന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈസ് ടു അബ്സോർബ് എക്സസ് വാട്ടർ. അപ്പോൾ ഈ ഫുഡിൽ ഇപ്പോഴും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും അല്ലേ? ഈ വാട്ടറിൻ്റെ എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ മുഴുവൻ അത് അബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഈ അൺഡൈജസ്റ്റഡ് ഫുഡിനെ ഒരു സോളിഡ് ഫോമിലോട്ട് ആക്കി മാറ്റും. ഈ സോളിഡ് ഫോമിനെ അല്ലെങ്കിൽ ഈ സോളിഡ് വേസ്റ്റിനെ നമ്മൾ പറയുന്നതാണ് ഫീസസ്. സോ നൗ ദാറ്റ് ഫുഡ് ഈസ് ഇൻ ദ ഫോം ഓഫ് മീൻസ് ദാറ്റ് ഈസ് അൺഡൈജസ്റ്റഡ് ഫുഡ്. അതെ, ഡൈജഷൻ ഓൾറെഡി എല്ലാം അതിൻ്റെ കംപ്ലീറ്റഡ് ആയി, അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു. നൗ ഇറ്റ് ഈസ് എ വേസ്റ്റ്. ഈ വേസ്റ്റിനെ പറയുന്ന, ഈ സോളിഡ് ഫോമിനെ പറയുന്നതാണ് ഫീസസ്. The feces is then expelled from our body through the anus. അപ്പോൾ ഈ ഫീസസ് ആണ് നമ്മളുടെ ഏനസിലൂടെ പുറത്തോട്ട് പോകുന്നത്. So the feces is then expelled, that is sent out from our body through the anus, and this process is known as defecation. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് defecation. So this is passing through the anus. Okay, so this process is known as defecation. അപ്പോൾ ഇതിലെ കുറേ ടേംസ് നിങ്ങൾക്ക് ന്യൂ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ എല്ലാ ടേംസും റഫ് ബുക്ക് എടുത്തിട്ട് അത് പ്രൊനൗൺസ് ചെയ്ത് എഴുതി പഠിക്കണം. അപ്പോൾ പല കുട്ടികളും വിളിക്കുന്ന സമയത്ത് അവർക്കത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല. ദിസ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്. യു ഹാവ് ടു പ്രൊനൗൺസ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു പ്രാക്ടീസ് വെൽ. എഴുതി പഠിച്ചാലേ ഈ വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ടും ഇതിൻ്റെ സ്പെല്ലിങ്സ് കറക്റ്റായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിൽ കുറേ ന്യൂ ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രം സലൈവ ഓൺവേർഡ്സ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ്. സലൈവ, ഈസോഫാഗസ്, പെരിസ്റ്റാൾസിസ്, പിന്നെന്താണ് പഠിച്ചത്? ബൈലൊക്കെ സിമ്പിളാണ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ പഠിച്ചു ഫീസിസ്, പിന്നെ ഏനസ്, പിന്നെ ഡെഫെക്കേഷൻ. അപ്പോൾ ഈ ടേംസ് എല്ലാം നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് എഴുതി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. സോ ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ഡൈജഷൻ പ്രോസസ് കംപ്ലീറ്റ്ലി. ഓക്കെ, so now let's do the activity 4.4. There is a popular belief that if you swallow chewing gum, it does not exit your body for 7 years. Do you think this is true? Find out and write your findings in the space provided. ഈ ചൂയിങ് ഗം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 7 വർഷത്തിലേക്ക് എക്സിറ്റ് ആവില്ല എന്നാണ് പറയുന്നത്. ഇത് സത്യമാണോ? ഇത് നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് ഇവിടെ ഈ സ്പേസിൽ നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഡു ഇറ്റ് ആസ് ഹോം ഫൺ. നെക്സ്റ്റ്, ഇൻ പേജ് നമ്പർ 96, here they have asked a question. Have you wondered why we burp after a meal? അല്ലേ, സംടൈംസ് we are doing burp എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഗ്യാസ് ഫോമായിട്ട് ഗ്യാസ് വരും അല്ലേ, ഒരു പ്രത്യേക ശബ്ദം നമ്മുടെ വായിലൂടെ വരും അല്ലേ. ആ ഒരു പ്രോസസ്സ്, ആ ഒരു സൗണ്ടിനെയാണ് ബർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം നടക്കാറുണ്ട്. വെൻ വി സ്വോളോ ഫുഡ് ഓർ വാട്ടർ വി ഓൾസോ സ്വോളോ എയർ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ ഫുഡ് വിഴുങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ എയറും കൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട്. സോ ബർപ്പിംഗ് ഈസ് ഹൗ അവർ ബോഡി റിലീസസ് ദ എയർ ദാറ്റ് ഈസ് ട്രാപ്ഡ് ഇൻ ദ സ്റ്റൊമക്ക്. അപ്പോൾ ഈ എയർ എവിടെ പോയിട്ട് ട്രാപ്പാവുന്നു? സ്റ്റൊമക്കിൽ ട്രാപ്പാവുന്നു. അപ്പോൾ ഇത് തിരിച്ച് റിലീസ് ചെയ്യണ്ടേ? ആ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ബർപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഓൾവേസ് ക്ലോസ് യുവർ മൗത്ത് വൈൽ ച്യൂയിങ് യുവർ ഫുഡ്. നമ്മൾ ഫുഡ് ച്യൂ ചെയ്യുമ്പോൾ എപ്പോഴും മൗത്ത് ക്ലോസ് ചെയ്തിട്ട് വേണം ച്യൂ ചെയ്യാൻ. ച്യൂയിങ് ഫുഡ് വൈൽ ടോക്കിംഗ് അലൗസ് മോർ എയർ ടു ബി സ്വോളോഡ്. അപ്പം നമ്മൾ എപ്പോഴും പറയുമല്ലേ, ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഫുഡ് കഴിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ ഈ ഫുഡിനോടൊപ്പം തന്നെ കൂടുതൽ
കൂടുതൽ എയർ ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അധികം സംസാരിക്കരുത്. ഓക്കെ. ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ഗുഡ് മാനേഴ്സ് ടു കവർ യുവർ മൗത്ത് വെൻ യു ബർപ്പ് ആൻഡ് സേ എക്സ്ക്യൂസ് മീ ഓർ പാർഡൺ മീ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ചെറുപ്പം തൊട്ടേ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ഗുഡ് മാനർ. നമ്മൾ ഇങ്ങനെ ബർപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പ്രോബ്ലം ആവാൻ പാടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ഓൾവേസ് സജസ്റ്റഡ് ടു ക്ലോസ് യുവർ മൗത്ത് ഓർ കവർ യുവർ മൗത്ത് വൈൽ ഡൂയിങ് ബർപ്പ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഗുഡ് മാനറും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ഉറക്കം വരും അല്ലേ, യോൺ ചെയ്യും അല്ലേ. അപ്പോൾ യോൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ കോട്ടുവായ ഇടുക അതല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഫേസിലോട്ട് നോക്കിയിട്ട് ചെയ്യരുത്. വി ഹാവ് ടു കവർ ആൻഡ് വി ഹാവ് ടു ഡു ഇറ്റ്. അതുപോലെ തന്നെ തുമ്മുമ്പോൾ സ്നീസ് ചെയ്യുമ്പോൾ എല്ലാം വി ഹാവ് ടു ഡു സം ഗുഡ് മാനേഴ്സ് അല്ലേ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ടിട്ടേ പഠിക്കുന്നതാണ്. സോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മാറി നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? യെസ്, എക്സ്ക്യൂസ് മീ അല്ലെങ്കിൽ പാർഡൺ മീ എന്ന് പറഞ്ഞിട്ട് നമ്മളത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരിക. ദാറ്റ് ഈസ് എ ഗുഡ് മാനർ. സോ വിൽ യു ഫോളോ ദിസ് ഓൾ ഗുഡ് മാനേഴ്സ്? എല്ലാം ചെയ്യും അല്ലേ? ഓക്കെ. സോ നൗ ലെറ്റ്സ് ഡു അനദർ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് 4.5. Match each part of the digestive system in the image to its name and function. An example has been provided. So that is ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ഫസ്റ്റ് എന്താണ്? മൗത്ത്. നമ്മൾ ഫുഡ് ച്യൂ ചെയ്യും, എന്നിട്ട് അത് swallow ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ എഴുതുക നമ്മൾ? സെക്കൻഡ് സ്റ്റെപ്പ് ഏതാ? യെസ്, മൗത്ത് കഴിഞ്ഞ ശേഷം ഫുഡ് പൈപ്പ് pushes food to the stomach using peristalsis. Next is stomach partially digest food using peristalsis. Next is small intestine completely digest the food and absorb nutrients from it. Next, the food is passing into, that is undigested food is passing into large intestine. It absorbs water from the undigested food. Next, that is anus eliminates feces from the system. So you have to match it accordingly. Number the functions in the sequence in which they occur during the process of digestion. So you have to number it according to the organs. Okay, the food that we eat is digested in the organs of our digestive system. The different nutrients from the food are absorbed into the blood by the small intestine. Water is absorbed by the large intestine and the solid waste is eliminated from the body as feces. ആ പ്രോസസ്സിന് എന്താ നമ്മൾ പഠിച്ചത്? A process is called defecation. Okay, so I hope that you have understood the digestion completely. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can call me and ask. Okay, now I can name the organs that aid with the digestion of food. Yes, you can name the organs now. Yes. Next, describe the functions of the organs that aid with the digestion of food and sequence the process that aid with the digestion of food. So I hope that you have understood the digestion completely. So let us wind up today's class. Before that, I have to tell you, you have to read the content well, because the digestion is a complicated process. You have to read the content 2 or 3 times, then only you will be understanding what is the exact process. And one more thing, the terms, the new terms which we are used here, അതെല്ലാം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? പ്രൊനൗൺസ് ചെയ്ത് റഫ് ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി പഠിക്കണം. എന്നാലേ ആ വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. സോ വിൽ യു ഡു ദാറ്റ്? So let me wind up today's class. We'll see you in the next week. Till then, bye bye, take care.